ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്റ്റിച്ചിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എലൈൻ ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്തിലൊക്കെ നമുക്ക് കുട്ടികൾക്കായിട്ട് ഒരു കുഞ്ഞുടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ച് വരുന്നവരാണെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുമ്പം അത് ഒന്നുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാൻറ്റ് പീസിൽ ബാലൻസ് വന്നിട്ടുള്ള ഒരു തുണിയാണ്. അത് ഇതുപോലെ 4ആയി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് വേണ്ട മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഒരു 2 to 3 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എലൈൻ ഫ്രോക്കാണ്. അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്തോളാം. ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മെഷർമെൻറ്റ്സ് അതുപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടയാളപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ഫുൾ ലെങ്ത്ത് ഞാനിവിടെ 18 ഇഞ്ചും 1/2 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് 18.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ശേഷം ഷോൾഡർ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ഷോൾഡർ തന്നെ ആം ഹോളായിട്ട് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് ആണ്. ചെസ്റ്റ് വിഡ്ത്തിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം അടിഭാഗത്തെ ലെങ്ത്തും കൂടെ നോക്കിയിട്ട് അതും മാർക്ക് ചെയ്തിട്ട് നമ്മൾ താഴോട്ടൊരു ലൈന് കൊടുക്കുക. ഇതുപോലെ ചെരിച്ച് വേണം ലൈന് വരക്കാൻ വേണ്ടിയിട്ട്. അലൈൻ ഫ്രോക്ക് എന്ന് പറയുന്നത് കുറച്ചൊന്ന് ചെരിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം അതിനനുസരിച്ചിട്ട് വേണം ചെരിവ് ഇട്ട് കൊടുത്തിട്ട് വേണം വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. താഴെന്ന് 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ശേഷം നമ്മൾ നെക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് വീഴ്ത്തും 2.25 ഇഞ്ച് ലെങ്ത്തുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആം ഹോൾ ഒന്ന് ഇതുപോലെ കേവായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ സീം അലവൻസ് കൂടെ ആഡ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നെക്കിൻ്റെ അവിടെയും ആം ഹോളിൻ്റെ അവിടെയും 1/2 ഇഞ്ചും അതുപോലെ ബോഡി പാർട്ട് ചെസ്റ്റ് മുതൽ താഴേക്ക് വരുന്ന ഭാഗത്ത് 1 ഇഞ്ചുമാണ് ഞാൻ സീം അലവൻസ് കൊടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേ അളവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കിൽ നമ്മൾ ഹൂക്ക് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. സെപ്പറേറ്റ് പീസ് വെച്ചിട്ടാണ് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നെക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെറിയൊരു പീസ് കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ ഫ്രണ്ട് പീസ് ഇതുപോലെ എടുത്തിട്ട് ചെറിയൊരു സ്ക്വയർ പീസിൽ വരുന്ന പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നെക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 1 ഇഞ്ച് വിഡ്ത്തിൽ 1 ഇഞ്ചോ 2 ഇഞ്ചോ വരുന്ന വിഡ്ത്തിൽ ഇതുപോലെ നെക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ശേഷം അത് ഇതുപോലെ ഫ്രണ്ടിൽ നല്ല വശം ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് വശം കൂടെ കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ ഹുക്ക് വെക്കാനായിട്ട് ഞാൻ ഇതുപോലെ സെൻറ്ററിൽ 2 ഇഞ്ച് താഴോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സെൻറ്റർ കണക്കാക്കിയിട്ട് വെക്കുക. അതിനുശേഷം 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒരു വെട്ടിട്ട് കൊടുക്കുക. ശേഷം ഇതിന് വേണ്ടിയിട്ട് ഒരു നെക്ക് പീസ് കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ വലുപ്പത്തിൽ വരുന്ന ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുക. ശേഷം നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ 2 ഇഞ്ച് താഴോട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ കൂടെ ചേർത്ത് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കറക്റ്റ് അളവിൽ നെക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. 2 ഇഞ്ച് താഴോട്ടൊരു വെട്ട് ആ ഒരു പീസിലും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ആ ഒരു പീസ് മെയിൻ ക്ലോത്തിലോട്ട് കറക്റ്റായിട്ട് ആ ഒരു സെൻറ്റർ വരുന്ന കണക്കിന് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് അവിടെയും നമ്മളിതുപോലെ കട്ടിട്ട് കൊടുക്കുക. ഇനി അത് നല്ല വശം ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ചെറിയൊരു പീസ് വേറെ കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പം ബാലൻസ് വന്നിട്ടുള്ള തുണിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തേ ഉള്ളൂ. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് താഴെ ഭാഗത്തൊരു ഫ്രില്ല് പോലെ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തോളാം. ആവശ്യമുള്ളവർക്ക് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലാതെ നമ്മൾക്ക് ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതുമാണ്. ഫ്രിൽസ് വരുമ്പോൾ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാണ് ഫ്രിൽസ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കട്ടിംഗ് ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ് ആണ് വരുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ്ങും കൂടെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എന്നാലും അറിയാത്ത ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ ഇതാ നല്ല വശം ക്ലോത്തും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു നെക്ക് പീസും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ 1/4 ഇഞ്ച് വെടുത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല കേവായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നിർത്തി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ നല്ല നീറ്റായിട്ട് ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കുക.
അപ്പോൾ റൗണ്ടായിട്ട് ഫസ്റ്റ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം. ആ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. അത് നന്നായിട്ട് നല്ല ഫിനിഷിങ്ങിൽ മറിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശേഷം ആ ഒരു ക്ലോത്ത് മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ പതിച്ചടിക്കണം. അപ്പം ഈ ഒരു രീതി തന്നെയാണ് എല്ലാവരും ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പം അതുപോലെ ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ പതിച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ ഈ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ബാക്ക് നെക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ബാക്കിൽ ഹുക്ക് വരുന്നത് കാരണം കുറച്ചൊന്ന് താഴ്ത്തിയും കൂടെ അടിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ബാക്ക് നെക്ക് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കുഞ്ഞു മക്കളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഇതുപോലെ ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്തിൽ നമുക്ക് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഉടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഡെയിലി വെയർ ആയിട്ടും അല്ലെങ്കിൽ അത്യാവശ്യം പുറത്ത് പോകുന്ന രീതിക്കൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല യൂസ്ഫുള്ളായിരിക്കും. കാരണം നമുക്ക് പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിക്കുകയും വേണ്ട, അത്യാവശ്യം ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ സ്റ്റിച്ചിങ് തുടക്കക്കാരായിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലുള്ള കുഞ്ഞുടുപ്പൊക്കെയാണ് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കുട്ടികളതായാലും മുതിർന്നവരതായാലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇടാമെന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ലേ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതാ നെക്കൊക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഷോൾഡർ സാധാരണ നമ്മൾ ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ 2 വശവും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ പോർഷനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഫ്രോക്കാണ്, അതുകൊണ്ട് തന്നെ അവിടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഫോൾഡായിട്ട് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം 1 ഫോൾഡ് ചെയ്തിട്ട് ഒരു തവണ മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട്. അതിനുശേഷം രണ്ടാമത് ഒരു ഫോൾഡ് കൂടെ ചെയ്തിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് അതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 ഫോൾഡായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ നീറ്റായിട്ട് കിട്ടുന്നത്. ആ ഒരു കേവ് വരുന്ന പോർഷൻ ആയതുകൊണ്ട് തന്നെ അത് 2 തവണ ഒരു തവണ തന്നെ 2 വട്ടം മടക്കാതെ 2 തവണയായിട്ട് അങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതാ നമ്മുടെ താഴെ ഭാഗമാണ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇതാ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം മറുവശത്തായിട്ട് നമ്മൾ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. സ്റ്റിച്ച് ഒന്ന് മാറ്റിയിട്ട് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ശേഷം ഇതുപോലെ ഫ്രിൽസ് ആക്കിയിട്ട് എടുക്കുക. അതെല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡിൽ നിന്ന് ത്രെഡ് വലിച്ച് നമുക്ക് ഇതുപോലെ ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു 2 പീസും ഇതുപോലെ ഫ്രിൽസ് ഇട്ടിട്ട് ഒന്ന് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 2 പീസും ഇതുപോലെ ഫ്രിൽസ് ഇട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ഒരു താഴെ വരുന്ന വിടുത്തുണ്ടല്ലോ, നമ്മുടെ ഫ്രോക്കിൻ്റെ താഴെയിൽ എത്രയാണോ വിടുത്ത് വരുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഫ്രിൽസ് ലെവൽ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു അളവിൽ കറക്റ്റായിട്ടാണ് ഫ്രിൽസ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഇതിനോട് ചേർത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അതിനായിട്ട് ഇതിൻ്റെ ഒരു വശത്ത് നമ്മൾ ഇതുപോലെ ചേർത്ത് പിടിക്കുക. മറ്റേ വശത്ത് നമ്മളൊന്ന് പിന്ന് കുത്തിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ നല്ല വശം ചേർത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴെ ഭാഗത്തായിട്ട് ഇതാ ഒരു സൈഡിൽ ഞാനിതുപോലെ പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ആ ഒരു അളവ് കറക്റ്റ് ഒന്ന് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാ പിന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു വശത്തായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. കറക്റ്റ് ആ ഒരു ഫ്രിൽസ് നമ്മൾ ലെവൽ ചെയ്തിട്ട് ഇതുപോലെ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. 2 തവണ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ അതും കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു ഫ്രിൽസ് ഫ്രോക്കും തമ്മിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ടുള്ള പരിപാടി 2 വശം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ ഷേപ്പിനനുസരിച്ചിട്ട് അതൊന്ന് ഷേപ്പും കൂടെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വരില്ല, എന്നാലും മെലിഞ്ഞ കുട്ടിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു അളവിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. ഞാനിവിടെ പ്ലെയിൻ ഫാബ്രിക്കിലാണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ സെൻറ്ററിൽ ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് കൂടെ കൊടുക്കുന്നുണ്ട്. അത് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാട്ടോ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതുപോലുള്ള പ്ലെയിൻ ഫാബ്രിക്കൊക്കെ ആണെങ്കിൽ നമ്മളിതുപോലെ കുറച്ച് ഒരു എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും കുട്ടികൾ ഇട്ടിട്ട് കാണുമ്പം. അപ്പം എംബ്രോയ്ഡറി അറിയാത്തവരാണെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടു നോക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു ഡിസൈന് ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈന് എനിക്ക് കിട്ടിയിട്ടുള്ളത്, റെഫറൻസ് എടുത്തിട്ടുള്ളത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വൈറ്റ് പേപ്പറിൽ ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരച്ചെടുത്തതാണ് കേട്ടോ. അത് ഇതുപോലെ ക്ലോത്തിലോട്ട് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ചെയ്തതുപോലെ ഒരു വൈറ്റ് പേപ്പറിൽ കട്ടിയായിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഇതുപോലെ ക്ലോത്തിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ കട്ടിയുള്ള ക്ലോത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കാർബൺ പേപ്പർ വെച്ചിട്ടും ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ട്രേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം ക്ലോത്തിന് മാച്ചായിട്ടുള്ള ഒരു ഷെയ്ഡ് ത്രെഡ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ലൈറ്റ് കളർ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റെമ്മ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ ഷെയ്ഡ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെമ്മ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പം ഈ ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റിച്ച് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ഈ ഒരു ഫ്ലവർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് വേറൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എംബ്രോയ്ഡറി തീരെ അറിയാത്തവരാണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു സ്റ്റിച്ച് മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എംബ്രോയ്ഡറി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ശ്രദ്ധിച്ച് മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്കും ഈസി ആയിട്ട് ഈ ഒരു വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ആ ഒരു സ്റ്റെമ്മ് ഞാൻ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ആ ഒരു ചെയ്തിട്ടുള്ള സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ത്രെഡ് ഒന്ന് ഇങ്ങനെ കോർത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിച്ച് കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ നെയിമൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് തന്നെ കണ്ടുപഠിച്ചതാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി കംപ്ലീറ്റ് സ്റ്റെമ്മും നമുക്ക് ഇതേ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുള്ളത്. ഇനി അത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ സോറി പറയുന്നു. അപ്പോൾ നിങ്ങൾക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി വീഡിയോ ചെയ്യുമ്പം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. വീഡിയോ ഒരുപാട് ലെങ്തായിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് സ്പീഡായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ കംപ്ലീറ്റ് സ്റ്റെമ്മ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വേറൊരു ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഫാബ്രിക്കിന് മാച്ച് ആകുന്ന രീതിക്ക് ഇഷ്ടമുള്ള ത്രെഡ് യൂസ് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ഫ്ലവറും ആ ഒരു സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ ട്രേസ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഹീറ്ററൈസബിൾ പെന്നാണ് കേട്ടോ. അത് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് ഞാൻ വേണമെങ്കിൽ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. ഓൺലൈനായിട്ട് വാങ്ങുന്നതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഓഫ്ലൈനായിട്ടും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. 4 ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലൂ, ബ്ലാക്ക്, റെഡ്, വൈറ്റ്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പെന്നാണ്. നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് പാറ്റേണൊക്കെ വരക്കാൻ അറിയുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പെൻ തന്നെയാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം. അങ്ങനെ ഇതാ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ എംബ്രോയ്ഡറി കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ്, പാറ്റേണാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് നമ്മൾ ബിഗിനേഴ്സിന് പോലും, ഇനി ഒട്ടും എംബ്രോയ്ഡറി ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എളുപ്പത്തിൽ നമുക്ക് കുട്ടികളുടെ പ്ലെയിൻ ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ, പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇതുപോലുള്ള ഫ്രോക്കൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് മക്കൾക്ക് ഇട്ട് കൊടുക്കുക. നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൈകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം അതിന് പ്രത്യേക ഭംഗി തന്നെയായിരിക്കും കാണാൻ. അതുമാത്രമല്ല നല്ലൊരു ഹാപ്പിനെസ്സും കൂടെ കിട്ടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പം ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.